ഒരു frightening factor on your face, it was too good. Thank you. അതാണ് ആദ്യം ഞാൻ രതീഷ് ഭായി എനിക്ക് സ്ക്രിപ്റ്റ് നറേറ്റ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു കഥയൊക്കെ ഓക്കെ വെരി ഗുഡ്, നല്ല ക്യാരക്ടറൊക്കെയാണ്. പക്ഷേ ഞാൻ ഏത് മോഡൽ ബെൻസ് കാറിനാണ് അറിയുന്നത്? കൂളിംഗ് ഗ്ലാസ് ബ്രാൻഡ് ചെയ്തതാണ്, സൂട്ട് ഇറ്റാലിയൻ ആണോ ഫ്രഞ്ച് ആണോ, എന്തൊക്കെയാണ് പരിപാടികൾ, പിന്നെ 6 pack ആപ്സ് വേണമെങ്കിൽ അതിൻ്റെ ഫീസ് കുറച്ച് എക്സ്ട്രാ ആണ് എന്നൊക്കെയാണ് ഞാൻ എൻ്റെ ധാരണയാണ്. അപ്പോൾ ഒന്നുമില്ല, ഇത് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള റിയലിസ്റ്റിക് പഞ്ചിലായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്സ് ഒന്നുമില്ല, ഇല്ല അതൊന്നുമില്ല. അല്ല പിന്നെ അഭിനയിക്കുകയാണെന്ന് ആൾക്കാർക്ക് എങ്ങനെ ബോധ്യപ്പെടും? അല്ല അതൊക്കെ അങ്ങനെയാണ്, അങ്ങനെ റിയലിസ്റ്റിക്. അപ്പോഴാണ് എൻ്റെ കണ്ണു നിറഞ്ഞത്. എന്നെ ഇങ്ങനത്തെ ഒരു കഥാപാത്രത്തിൽ കാണാൻ പറ്റിയ ഈ വളരെയധികം നന്ദിയുണ്ട്. ഞാൻ വളരെയധികം പ്രാർത്ഥിച്ച് മേടിച്ചതാണ് ഇങ്ങനെ ഒരു കഥാപാത്രം. എപ്പോഴും ഈ സ്റ്റൈലൈസ് അതിൽ നല്ല രസമുണ്ട് അതൊക്കെ ചെയ്യാൻ. പക്ഷെ എന്തെങ്കിലും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര അധികം ആഗ്രഹമായിരുന്നു. അപ്പോൾ അത് ഈ സിനിമയിൽ കൂടി അത് ലഭിച്ചു. അത് മാത്രമല്ല ദിലീപേട്ടൻ്റെ കൂടെ അഭിനയിക്കാനും എനിക്ക് അവസരം കിട്ടി. സിനിമ ഞാൻ ഫൈനൽ കട്ട് കണ്ടില്ല. ദിലീപേട്ടനോട് ഞാൻ ചോദിച്ചു, ദിലീപേട്ടൻ പറഞ്ഞു ഞാൻ കണ്ടിട്ടുണ്ട്, കുറച്ച് ലെങ്ത് ഉണ്ടായിരുന്നു, അത് നമ്മളത് കട്ട് ചെയ്തു, ഭാഗ്യത്തിന് നമ്മൾ അഭിനയിച്ച പോർഷൻസ് ഒക്കെ അതിലുണ്ട്, അപ്പോൾ നമ്മൾ സേഫാണ്. അപ്പോൾ എന്തായാലും ഇത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് എനിക്ക് വേണ്ടി നല്ലൊരു ആസ് എൻ ആക്ടർ വളരെ റിവാർഡിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ ആസ് എൻ ഓഡിയൻസ് എല്ലാവർക്കും റിവാർഡിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും സിനിമ പോയി തിയേറ്ററിൽ കാണാം. അതുമാത്രമല്ല ഇന്ന് നമ്മുടെ കൂടെ ഒരു വിശിഷ്ട അതിഥിയും കൂടിയുണ്ട്. എൻ്റെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ഭാര്യ കൊണ്ടുവന്നിട്ടുണ്ട്. സമൃദ്ധിയിലേക്കും ഈ സുന്ദരിയായ പെൺകുട്ടിയോട് ഒന്ന് പറഞ്ഞേക്കും. എൻ്റെ ഭാര്യയാണ് അമൃതി. നമ്മുടെ ഇത്രയും നല്ലൊരു ഓഡിയോ ലോഞ്ച് ഇവൻ്റ് ആകുമ്പോൾ ഞാൻ വിചാരിച്ചു ഐ ഷുഡ് ഹാവ് ഹർ ഓൾസോ ബി പാർട്ട് ഓഫ് ദിസ്. അപ്പോൾ എല്ലാവർക്കും വളരെയധികം നന്ദി ആൻഡ് താങ്ക് യു. ഇത് ഇപ്പൊ കല്യാണം കഴിഞ്ഞ സ്നേഹ, നിങ്ങൾ ആരും ഒന്നും വിചാരിക്കണ്ട. അല്ല, ഞങ്ങൾ പരിചയമായിട്ട് കുറച്ച് നാളായി. കുറച്ച് അതിന്റെ ഓക്കെ. സോ എനിവേ, അപ്പൊ ഇനി റിയലിസ്റ്റിക് മൂവീസ് മാത്രമാണോ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഇനി അടുത്തത് തിരിച്ചു വരും. അതെ അതെ, എനിക്ക് സൂപ്പർ ഹീറോ ചെയ്യണം. സൂപ്പർ ഹീറോ ചെയ്യണം, മറ്റേ പാക്സ് ഒക്കെ സെറ്റ് ആണ്, അത് ചെയ്യണം. പിന്നെ അൾട്രാ റിയലിസ്റ്റിക് ചെയ്യണം. അടിപൊളി. Okay, so anyway, big round of applause. Thanks a lot to Dave. ഒരു കാര്യം ചോദിക്കാൻ മറന്നു, കല്യാണം കഴിഞ്ഞിട്ടുള്ള വിശേഷം. How is life now? Life is more peaceful and ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഞാൻ വളരെയധികം സ്ട്രെസ്ഡ് ആയിരിക്കും യൂഷ്വലി. അപ്പോൾ ഇന്ന് ബിക്കോസ് ഷീ ഈസ് ദേർ ഐ ആം ഫാർ മോർ റിലാക്സ്ഡ്. ഇത് രതീഷ് എന്ന് ആലോചിക്കുന്നുണ്ടാവും, ഒരു 10 വർഷം കഴിയട്ടെ അപ്പം പറയും, അപ്പം കൊടുക്കും ടൈറ്റിലെന്നാണ്. Okay, so anyway, big round of applause for him and wishing you both all the best for amazing life ahead. So thanks a lot to them.